ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സ്വർണ്ണവിലയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി സ്വർണ്ണവിലയുടെ അപ്ഡേറ്റുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ സ്വർണ്ണവില ട്രാക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് കൂടുതൽ നിങ്ങൾക്ക് വരാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. സ്വർണ്ണവിലയിൽ വലിയ മൂവ്മെൻറ്റ് കണ്ട ഒരാഴ്ചയാണ് കടന്നുപോയത്. റെക്കോർഡ് ഹൈ ടച്ച് ചെയ്യുന്ന കണ്ടു. സ്വർണ്ണവില 70,000 കടന്നു മുന്നേറുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണവില 70,000 കടക്കുന്നത്. ആഴ്ചയുടെ തുടക്കത്തിൽ 7-ാം തീയതി 66,280 സ്റ്റാർട്ട് ചെയ്ത സ്വർണ്ണവില പിന്നീട് തൊട്ടടുത്ത ദിവസം ജസ്റ്റ് താഴോട്ട് പോയി 65,800 ടച്ച് ചെയ്തു. തൊട്ടടുത്ത ദിവസങ്ങളിൽ വൻ മുന്നേറ്റമാണ് പിന്നീട് കണ്ടത്. 9-ാം തീയതി 66,320 ടച്ച് ചെയ്ത സ്വർണ്ണവില തൊട്ടടുത്ത ദിവസം 10-ാം തീയതി 68,480 ടച്ച് ചെയ്യുന്നതാണ് കണ്ടത്. പിന്നെ തൊട്ടടുത്ത ദിവസവും വൻ മുന്നേറ്റം തന്നെ സ്വർണ്ണവില നടത്തിയിരുന്നു. 69,960 ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നും സ്വർണ്ണവില 200 രൂപ കൂടി 70,000 കടന്ന് 70,160 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ആഴ്ചത്തെ പ്രൈസ് മൂവ്മെൻറ്റ് മൊത്തത്തിൽ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഏപ്രിൽ 8 മുതൽ 12 വരെയുള്ള തീയതിക്കിടയിൽ 4,360 രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്. തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ 450 രൂപ സ്വർണ്ണവില താഴോട്ട് പോയിരുന്നു. അങ്ങനെ ഈ ആഴ്ചത്തെ ടോട്ടൽ നെറ്റ് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച കൊണ്ടുണ്ടായ അപ്പ് മൂവ്മെൻറ്റ് 3,880 രൂപയാണ്. ഇപ്പോൾ സ്വർണ്ണവിലയുള്ളത് 7,160 ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോയിൽ സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടായിരുന്നു. ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, ട്രംപ് കൊണ്ടുവന്ന US താരിഫുമായി ബന്ധപ്പെട്ട ന്യൂസ്. അതൊരു ഗ്ലോബൽ ട്രേഡ് വാറിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. 2-ാം തീയതി US അവരുടെ താരിഫ് പ്രഖ്യാപിച്ചിരുന്ന മറ്റു രാജ്യങ്ങൾക്കെതിരെ. അതിനെ തുടർന്ന് ലോകത്ത് വലിയൊരു അൺസർട്ടനിറ്റി നിലനിന്നിരുന്നു. അതിനെതിരായിട്ട് ചൈന റിട്ടാലിയേറ്റ് ചെയ്ത് അമേരിക്കൻ ഗുഡ്സിനെതിരെയും താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ പിന്നീട് US അവരുടെ താരിഫ് മറ്റു രാജ്യങ്ങൾക്കെതിരെ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചെങ്കിലും ചൈനയ്ക്കെതിരെയുള്ള താരിഫ് അവർ നിലനിർത്തുകയായിരുന്നു. അതുകൂടാതെ ചൈനയ്ക്കെതിരെ അവർ താരിഫ് വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ചൈന വീണ്ടും US ഗുഡ്സിനെതിരെ വീണ്ടും അവരുടെ താരിഫ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതൊരു ഗ്ലോബൽ ട്രേഡ് വാറിലേക്ക് പോവുകയാണ്. ലോകത്ത് ഇങ്ങനൊരു അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആൾക്കാർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് മാറ്റി കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്വർണം പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റും. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ സ്വർണം താഴോട്ട് പോയത് ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാരണം കൊണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് സ്വർണ്ണവിലയിൽ കണ്ടത്. ഈ ഒരു ട്രേഡ് വാർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു റീസണൊന്നും ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും, ഇതിനനുസരിച്ചായിരിക്കും സ്വർണ്ണവിലയുടെ മുന്നോട്ടുള്ള മൂവ്മെൻറ്റ്. അതുകൂടാതെ ഗ്ലോബലിൽ മറ്റു പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ വാർ ഇപ്പോൾ പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇറാനെതിരെ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ വീണ്ടും അമേരിക്ക സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും മറ്റൊരു അസ്ഥിരതയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇതുപോലുള്ള ന്യൂസുകൾ സ്വർണ്ണത്തിൻ്റെ വിലയെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.